യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 40-ലേറെ വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തെയാണ്. അവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സ്വാഗതം. എൻ്റെ പേര് സേവിയർ. പാലയൂരാണ് സ്വദേശം. പാലയൂർ എന്ന് പറയുന്ന സെൻറ് തോമസ് സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് പാലയൂർ. വാഗയിൽ കുടുംബാംഗമാണ്. ഞാൻ 1978 ഗൾഫിലേക്ക് വരുന്നത്. ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പേ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ കാരണവന്മാർക്കൊക്കെ ജോലി തേടി പോകാൻ പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഈ 70 കാലഘട്ടത്തിൽ പറയുന്ന വലിയൊരു ജനറേഷനാണ്. അന്നൊക്കെ മക്കൾ ഓരോ കുടുംബങ്ങളിലും 8ഉം 10ഉം 12ഒക്കെ മക്കളുള്ള കുടുംബങ്ങൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എവിടെ പോകും, എവിടെ നിന്ന് ജോലി കിട്ടും, നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗം എവിടെ നിന്ന് നമുക്ക് തരപ്പെടുത്താൻ പറ്റും, അതിനെപ്പറ്റി യാതൊരു വക രൂപവും ഇല്ലാതിരുന്നൊരു കാലഘട്ടം. ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ദൈവം ഒരു പദ്ധതിയില്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കില്ല. അപ്പോൾ ഈ അന്നേരം കൊളംബ്, സിംഗപ്പൂർ, മലേഷ്യ, ഈവൻ ബോംബെ, കൽക്കട്ട ഇവിടേക്കൊക്കെ പോകുന്ന സാധ്യതകൾ മങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത്രയും വലിയ ജനതയ്ക്ക് എവിടെ ഒരു ആശ്രയ സങ്കേതം കിട്ടും എന്നുള്ളത് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് 70 കാലഘട്ടത്തിൽ, ഇപ്പോൾ SSLC കഴിഞ്ഞ കാലഘട്ടത്തിൽ പലരും ഗൾഫിലേക്ക് എന്ന് പറഞ്ഞ് ലോഞ്ചിൽ കയറി ഗൾഫിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇത് മരുഭൂമി, ഗൾഫ് എന്ന് പറയുമ്പോൾ മരുഭൂമി, ഒട്ടകം, ഒരു ശൂന്യമായ സ്ഥലം, നിർജ്ജീവമായ പ്രദേശം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ലോഞ്ചിൽ പോയ പലരും 70 to 73 കാലഘട്ടത്തിൽ ലീവിന് വന്ന് കണ്ടപ്പോൾ അവരൊക്കെ ഒരു സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയൊക്കെ കണ്ടു അവരുടെ ജീവിതങ്ങളിൽ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എന്നാലും നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണോ, എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. 74 എൻ്റെ അനിയൻ പറഞ്ഞു, എന്തായാലും ഞാൻ ഒരു പാസ്പോർട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അനിയൻ അതിന് ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാനും ട്രൈ ചെയ്യാം, ഒരു പാസ്പോർട്ട് എടുത്ത് വയ്ക്കാം, പോകണ്ടേ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം എന്ന് കരുതി പാസ്പോർട്ട് എടുത്ത് വെച്ചു. 78 എൻ്റെ ഒരു കസിൻ അതിന് മുമ്പേ വന്നിട്ടുണ്ട്, 76 വന്നിട്ടുള്ളൊരു കസിൻ വന്നിട്ടുണ്ട്. അവൻ എനിക്കൊരു വിസിറ്റിംഗ് വിസ അയച്ചു തന്നു. അങ്ങനെ ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഗൾഫിലേക്ക് വരുന്നത്. അങ്ങനെയാണ് 40 വർഷത്തെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ആരംഭിക്കുന്നതിന് മുമ്പേ, ഈ ഗൾഫിലേക്കുള്ള പ്രയാണത്തിന് മുമ്പേ ഞാൻ വിചാരിച്ചു, എന്തെങ്കിലും സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല് പഠിക്കാം, ഇലക്ട്രിക്കൽ വർക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തി. അങ്ങനെ എനിക്കത് കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹനമൊക്കെ എനിക്ക് തന്നു അത്. അപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, കർത്താവ് എന്തിനാണ് ഇങ്ങനെ ഒരു സഹനം എനിക്ക്? കാരണം ഒരു വരുമാനമില്ല, പഠിക്കാൻ വേണ്ടി പോവുക, അതിൽ നിന്ന് കിട്ടുന്ന കയ്യിലൊക്കെ ഹാമർ കൊണ്ടുള്ള അടി കിട്ടിയിട്ടും ഒക്കെയുള്ള വേദനയും പെയിനൊക്കെ വന്നപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ എന്ന് വളരെ ക്ലേശിക്കുന്ന സമയത്ത് നിനക്ക് ഇത് ഉപകാരപ്പെടും
ഈ പഠിച്ചത്. ഞാൻ അങ്ങനെ ഇവിടെ വന്നു. 5-6 മാസത്തോളം വിസിറ്റിംഗ് വിസ 3 മാസം ഒരിടത്ത് ജോലി ചെയ്ത് എനിക്ക് വിസിറ്റിംഗ് വിസ 3 വർഷത്തെ വിസിറ്റിംഗ് വിസ അടിച്ച് കിട്ടി. അവിടെ ജോലിയില്ല. ഞാൻ വീണ്ടും ജോലി അന്വേഷണത്തിൽ നടന്ന് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് ഇലക്ട്രീഷ്യനായിട്ട് വരാൻ പറ്റുമോ? താൻ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ശരി, ഞാൻ വരാം. അവൻ എന്നെ കൊണ്ടുപോയി ആ കമ്പനി കൊണ്ടുപോയി, നല്ലൊരു കമ്പനിയാണ് ദുബൈയിലത്തെ കമ്പനി കൊണ്ടുപോയി അന്ന് എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്തു ഇലക്ട്രീഷ്യനായി. 2 വർഷത്തിലധികം ഞാൻ അതിൽ വർക്ക് ചെയ്തു. അതും ക്ലേശകരമായ സിറ്റുവേഷൻ തന്നെ. കാരണം കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, ജോലിക്ക് ഒരു സ്ഥിരതയില്ല. ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ അടുത്ത പ്രൊജക്റ്റ് കിട്ടുന്നവരെ നമ്മൾ ലേ ഓഫാണ്. അത് കഴിഞ്ഞ് അത് കിട്ടിയാൽ പിന്നെ അത് കണ്ടിന്യൂ, അത് കഴിയുമ്പോൾ വീണ്ടും പുതിയ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലിക്ക് സ്ഥിരതയില്ല. അപ്പോൾ ഞാൻ കരുതി, ഞാൻ നാട്ടിൽ വരുന്നതിന് മുമ്പേ കുറേ കാലം ബിസിനസ് ലൈനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഡ്മിനിസ്ട്രേഷൻ ലൈനും ക്ലറിക്കൽ ലൈനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ കരുതി ഇത് വേണ്ട, ഇത് ഈ വർക്കിലൊരു സ്റ്റെബിലിറ്റി ഇല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഫീൽഡ് മാറാം. എന്തിനു പറയട്ടെ, ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി തന്നെ എനിക്ക് ആ ഫീൽഡിലേക്ക് അപ്പോയിൻമെൻറ്റ് തരാമെന്ന് എഗ്രി ചെയ്തു. എന്തിനു പറയട്ടെ, ദൈവം എപ്പോഴും ഒരു 3 ഓപ്ഷൻ എനിക്ക് തരാറുണ്ട്. അതേ മൂമെൻറ്റിൽ തന്നെ വേറെ 2 കമ്പനികളിൽ നിന്ന് ഓപ്ഷൻ വന്നു. 3 ഓപ്ഷൻ ഒരുപോലെ വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും, ആര് ആദ്യം വിളിക്കുന്നു അതാണ് ദൈവഹിതം. വിളിച്ചത് ഇൻഷുറൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് എന്നോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ശരി, അത് ദൈവഹിതമാണെന്ന് കരുതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഇന്നും 81 മുതൽ ഇപ്പോൾ ഈ 2019 വരെയും അതേ ഫീൽഡിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 83-ൽ വിവാഹം കഴിഞ്ഞു. 86-ൽ വൈഫിനെ ഞാൻ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വൈഫും കുടുംബവുമായിട്ട് ഞാൻ ഒരുമിച്ച് ഇവിടെ ജീവിക്കുന്നു. പ്രവാസ ജീവിതം. എൻ്റെ പേര് ഡെയ്സി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും 7 മക്കളിൽ 7ാമത്തെ മകളാണ് ഞാൻ. അപ്പനും അമ്മയും മരിച്ചുപോയി. എൻ്റെ 6 സഹോദരങ്ങളും ഇപ്പോഴും ഉണ്ട്. പ്രായമായി. 83-ൽ ഞാൻ വിവാഹം കഴിഞ്ഞ് എന്നെ പാലൂരിലേക്കാണ് കല്യാണം കഴിച്ച് വന്നത്. അവിടെ നിന്ന് 83-ൽ വിവാഹം കഴിഞ്ഞ് 86-ലാണ് എന്നെ ദുബായിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇവിടെ 3 വർഷം. അപ്പോൾ അതിന് ശേഷം ഇവിടെ വന്ന് പിറ്റത്തെ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ആദ്യത്തെ മകളാണ് എനിക്ക്. മൂത്ത മകളുടെ പേര് ഏഞ്ചൽ മേരി, അഞ്ജു എന്നും ഞങ്ങൾ വിളിക്കും. അത് കഴിഞ്ഞ് എനിക്ക് 3 വർഷം ഇല്ലാത്തതിന് അതേ നെക്സ്റ്റ് ഇയർ തന്നെ 2ാമത്തെ മകനുണ്ടായി. എന്നുവെച്ചാൽ 87-ൽ മകൾ, 88-ൽ മകൻ ചാക്കോ സേവിയർ, 89-ൽ പോൾസൺ സേവിയർ. അങ്ങനെ 3 മക്കൾ 3 വർഷങ്ങളായിട്ട് എനിക്ക് ദൈവം തന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ മകൾ ജനിച്ച് ആ 3 മാസം കഴിഞ്ഞിടുമ്പോൾ തന്നെ ചേട്ടൻ്റെ ജോലി പോകലുണ്ടായി. ആ ബുദ്ധിമുട്ടിലും ഞങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങളുടെ ശമ്പളത്തിനടക്കം ഒരു 2 മാസം നമ്മുടെ നോട്ടീസ് പീരീഡിൽ നമ്മൾ നിൽക്കുകയായാലും അതിൻ്റെ നെക്സ്റ്റ് മന്ത് ഞങ്ങൾക്ക് ജോലി കിട്ടും. ഒരൊറ്റ മാസം പോലും ശമ്പളം ഇല്ലാതെ ഞങ്ങൾക്ക് ദൈവം നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോഴൊക്കെ പറയും, ആളാണ് കൂടുതൽ വിശ്വാസം എനിക്ക് പറഞ്ഞു തരിക. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എപ്പോഴും പറയും. ഇന്നത്തെ തലമുറയിൽ ജോലി പോകുമ്പോഴേക്കും ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മളെ വഴി നടത്തും. നമുക്കൊരു കുടുംബം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബം പരിപാലിക്കാനുള്ള എല്ലാ സാധ്യതയും ദൈവം നമുക്ക് തന്നിട്ടാണ് നമുക്ക് കുടുംബം തരുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ മകൾ ജനിച്ച് ജോലി പോയ പോലെ തന്നെ പിന്നെയും ഞങ്ങൾക്ക് 2 പ്രാവശ്യവും ജോലി പോകലുണ്ടായി. വെച്ചാൽ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ 3 പ്രാവശ്യം എൻ്റെ കുടുംബ ജീവിതത്തിൽ ജോലി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ മക്കളുടെ പഠനകാലത്തും ഫീസ് കൊടുക്കുന്ന അവസരത്തിലും റെൻ്റ് കൊടുക്കുന്ന ആ സമയത്തും ഞാൻ ജോലിക്ക് പോകാത്ത ഒരു വീട്ടമ്മയായിരുന്നു. ചേട്ടൻ്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കണം. അതിനോടൊപ്പം
നമുക്ക് കുടുംബകാര്യങ്ങൾ, നാട്ടിലുള്ള മാതാപിതാക്കളുടെ കാര്യങ്ങളും സഹോദരങ്ങളുടെ കാര്യങ്ങളും സംരക്ഷിക്കേണ്ട ചുമതലയും. ഞങ്ങൾ പാലിയൂരിൽ 10 മക്കളടങ്ങിയ കുടുംബമാണ്. അതിൽ മൂത്ത ആളാണ്. മൂത്തത് ചേച്ചിയുണ്ട്. ആൺമക്കളിൽ മൂത്ത സേവർ ചേട്ടനാണ് മൂത്തത്. 6 ആൺമക്കളാണ്, 4 ചേച്ചിമാരും. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പനൊക്കെ ആ ഒരു വരുമാന സാധ്യത കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൂത്ത മക്കൾ സഹോദരങ്ങളെ നോക്കാനുമല്ല, അപ്പോൾ അതും ഞങ്ങളുടെ കുടുംബവും ആൾക്ക് പരിപാലിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ജോലി പോവുകയായാലും എല്ലാം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് കുടുംബജീവിതം പോയി. ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, ഈ പ്രവാസ ജീവിതത്തിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ് ജോലി പോവുക, ജോലിയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ചേച്ചി പറയുമ്പോൾ അനേകർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. കാരണം കർത്താവ് തീർച്ചയായിട്ടും നമ്മൾ വഴി നടത്തും. അവിടെ നമ്മൾ എപ്പോഴും നമ്മൾ കരഞ്ഞു വിളിച്ച് അപേക്ഷിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ 3 മക്കളും, ഞങ്ങളുടെ 3 മക്കളും ഒരു ട്യൂഷന് പോലും പോകാതെ അവരിരുന്ന് പഠിക്കും. എന്നുവെച്ചാൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അവർക്കും അറിയാം. അവർ കുഞ്ഞുങ്ങളായാലും അവർക്കറിയാം ഡാഡിക്ക് എത്ര വരുമാനം എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്കത് അതൊരു ട്രെയിനിങ് ആണ്. അപ്പം അവരെ ഒരിക്കൽ പോലും ഞങ്ങൾ ട്യൂഷന് മക്കളെ വിട്ടിട്ടില്ല. അവരുടേതായ കഴിവിൽ നിന്ന് അവരിരുന്ന് പഠിക്കും. അവരുടെ പണി പഠിക്കൽ മാത്രം. എപ്പോഴും ആരും അവരോട് പറയേണ്ട ആവശ്യമില്ല. അവർ വന്ന് അവർ ഹോംവർക്ക് ചെയ്യും, അവർ പഠിക്കും. അവരിരുന്ന് പഠിക്കലാണ് അവരുടെ പണി. കളിക്കുക അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഒന്നും അവർ പോവില്ല. ഞങ്ങളും പോവില്ല. തമ്പുരാൻ ചിലപ്പോൾ നമ്മൾ പറയാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും, ജോലി പോകുന്നതിലൂടെയും ഒക്കെ. അത് ഇരുന്ന് പഠിച്ച് അവർ മെറിറ്റിൽ അവർ പഠിച്ച് അവർ പാസ്സായി അവർ ജോലി ചെയ്ത് ഇന്ന് കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. എല്ലാ മക്കളും സെറ്റിൽഡ് ആയോ? എല്ലാവരും സെറ്റിലായി. ഞങ്ങൾ ഇവിടെ മിർദിഫ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആദ്യം മൊഹേസ്നയിലായിരുന്നു. ഇപ്പം മിർദിഫിൽ ഞങ്ങളൊരു വില്ല എടുത്ത് 2 ആൺമക്കളും മരുമക്കളും ആയിട്ടാണ് താമസിക്കുന്നത്. മകൾ വേറെ താമസിക്കുന്നു. മകൾക്ക് വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. അതിപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ 10 മാസമായി. 2ാമത്തെ മകൻ ചാക്കോനെ ഇപ്പോൾ ഒരു കുഞ്ഞു മോളുണ്ടായി. നാട്ടിലാണ് പ്രസവത്തിന് പോയിട്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അടുത്ത മാസം നാട്ടിൽ പോകും. പോൾസിനെ 3ാമത്തെ മകനും 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ വിവാഹം കഴിഞ്ഞു. ആ മകളും പ്രഗ്നൻ്റാണ്. അവൾ അടുത്ത മാസം ഡെലിവറിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു സുഖപ്രസവത്തിന് വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി. ദൈവം അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നു. കുഞ്ഞുമക്കളില്ലാത്തവർക്ക് എല്ലാവർക്കും ദൈവം അത് തരാതിരിക്കില്ല. അപ്പം എന്തെങ്കിലും പ്രത്യേകതരം പ്രാർത്ഥനകളോ എന്തെങ്കിലും ചേച്ചി ചെയ്യുമായിരുന്നോ ഈ മക്കള് ഇല്ലാത്ത എന്നും ഞാൻ പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ധ്യാനങ്ങൾ കൂടും. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ മകളോടും പ്രാർത്ഥനയിൽ, അവളും പ്രാർത്ഥന വിശ്വാസത്തിലുള്ള കുട്ടിയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അത് തരും. അപ്പോൾ ചേട്ടൻ എപ്പോഴും എന്നോട് പറയും, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഒരു കുടുംബം, കുടുംബത്തിനും മക്കൾ. അത് ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവം തരാതിരിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് 6ാമത്തെ വർഷം, 5 വർഷത്തിൽ പ്രഗ്നൻ്റ്, 6ാമത്തെ വർഷത്തിൽ ഒരു കുഞ്ഞു മോനെ കിട്ടി. ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ട്. പ്രവാസ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും ഒരു ആടിയുലയുന്ന വഞ്ചിയിലാണ് എല്ലാ പ്രവാസികളും തന്നെ. അപ്പോൾ ഇങ്ങനെ വിശ്വാസത്തിലൊക്കെ ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് ചേട്ടന് കിട്ടിയ പ്രചോദനം എവിടെ നിന്നാണ്? യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റി പറയാം. എൻ്റെ അപ്പൻ്റെ അമ്മ, ഗ്രാൻഡ് പേരൻസിലെ അപ്പൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൻ്റെ അമ്മയൊക്കെ വളരെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നൊരു വ്യക്തിത്വമായിരുന്നു. കാലത്ത് പള്ളിയിൽ പോയാൽ 10 മണി വരെ പള്ളിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. വർത്തമാനം സംസാരിക്കുമ്പോൾ തന്നെ വചനത്തിലൂടെയാണ് സംസാരിക്കുക. കാരണം അന്നത്തെ കാലഘട്ടത്തിലൊന്നും നമ്മുടെ സമൂഹത്തിൽ വചനം അറിയുന്നവർ വളരെ കുറവാണ്. ഞങ്ങൾക്ക് കൊച്ചുനാളിൽ തന്നെ വീട്ടിലൊരു കുട്ടികളുടെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. എനിക്കൊരു 5-6 വയസ്സുള്ളപ്പോൾ തന്നെ ഞാനത് വായിക്കാറുണ്ട്. എനിക്കതിലെ പല കഥകളും പഴയ നിയമമായിരുന്നു ഞാൻ മനസ്സിലാക്കി അന്ന് വായിച്ചിരുന്നത്.
പഴയ നിയമത്തിൽ ഒരുപാട് കഥകൾ എനിക്ക് അന്നേ മനപ്പാടായിരുന്നു. മനപ്പാടായിരുന്നു. അപ്പം അപ്പനും ബൈബിൾ കോട്ട് ചെയ്താൽ കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അപ്പൻ പറയണത് എന്താണെന്നുള്ള അതിൻ്റെ കൃത്യമായിട്ട് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു 20 വയസ്സ് കാലഘട്ടത്തിൽ, എനിക്കൊരു 20 വയസ്സ് കാലഘട്ടം എന്ന് പറയുമ്പോൾ 74 കാലഘട്ടം ഒക്കെ ആകുമ്പോഴേക്കും അതിൽ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ വീട്ടിൽ ബൈബിൾ വായിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുടുംബ പ്രാർത്ഥനയോട് കൂടിയിട്ട് ബൈബിൾ വായിക്കാം വീട്ടിൽ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. അങ്ങനെ ഡെയിലി ഞങ്ങൾ ബൈബിൾ ഓരോ അധ്യായം വെച്ച് വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി എടുത്ത ഉദ്ദേശം, കാരണം നമ്മൾ വിശ്വാസത്തിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നു. എന്താണ് ക്രിസ്ത്യാനിറ്റി? എന്താണ് ദൈവവചനമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ വചനം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് അതറിയാനുള്ള തീവ്രമായ ആഗ്രഹത്തിലാണ് ഞാനത് വായിച്ചത്. വായിച്ചു, എല്ലാവരും കൂടിയേ വായിക്കുന്നത്, പക്ഷേ ഞാനത് ഉൾക്കൊണ്ടത് അങ്ങനെ. 22 വയസ്സാകുമ്പോഴേക്കും ബൈബിൾ മുഴുവൻ ഫുള്ള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ ബൈബിളിൽ നിന്ന് എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടി. ആ ഇൻസ്പിറേഷനിൽ ആണ് കുടുംബജീവിതം ഞാൻ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുടുംബജീവിതം വന്നപ്പോൾ ഞാൻ പറയും, നമ്മളാരും കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാരാണ്. കുടുംബജീവിതത്തെ പറ്റി നമുക്ക് എന്താ എക്സ്പീരിയൻസ്? പേരൻസിൻ്റെ കുടുംബം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് എൻ്റെ കടമ ഞാൻ നിർവഹിക്കുക, വൈഫ് എന്നുള്ള സ്ഥാനത്ത് വൈഫിൻ്റെ കടമ നിർവഹിക്കുക. പിന്നീട് നമ്മൾ മാതാപിതാക്കളാകുമ്പോൾ അപ്പൻ എന്നുള്ള സ്ഥാനത്തുള്ള കടമയും കൂടിയായി, അമ്മ എന്നുള്ള സ്ഥാനത്തുള്ള കടമയും കൂടിയായി. അത് പെർഫെക്റ്റായിട്ട് ചെയ്യുക. ഓരോരുത്തരും പെർഫെക്റ്റായിട്ട് അത് ചെയ്യുമ്പോൾ ആർക്കും അത് ഓവർലോഡായിട്ട് വരില്ല. ഈ ഓവർലോഡ് വരുമ്പോഴാണ് അസ്വസ്ഥതകളും ടെൻഷനും കാര്യങ്ങളും വരുന്നത്. കുട്ടികളായിട്ട് പഠിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുമ്പോൾ ഞാൻ പറയും, കളിക്കുന്ന സമയത്ത് കളിച്ചോ, പഠിക്കുന്ന സമയത്ത് പഠിക്കുക. ഈ പഠിക്കുന്ന സമയത്ത് കളിക്കുന്ന സമയത്ത് പഠിക്കുക, ഇതാ വേണ്ട. ഓരോന്നിനും നമ്മളുടെ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തുക. ഇന്ന് വാസ്തവം പറയണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തിയിട്ടാണ് കുട്ടികളായാലും വൈഫായാലും ഞാനായാലും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് അസ്വസ്ഥതകളിൽ ഇതിലേതെങ്കിലും ഒരു ഭാഗം വീക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ഓവർലോഡാവും, അസ്വസ്ഥതയാവും. പിന്നെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ കോംപ്രമൈസിങ് ഇല്ല. ഇപ്പോൾ ഈവൻ നമ്മളൊരു പാർട്ടിക്ക് പോയിട്ട് വന്നാലും രാത്രി ചിലപ്പോൾ 1 മണിക്കാവും വീട്ടിൽ വരിക, എന്നാലും പ്രാർത്ഥിച്ചേ കിടക്കൂ. കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടേ കിടക്കുകയുള്ളൂ. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കിട്ടി, നമ്മൾ സമയം സ്പെൻഡ് ചെയ്തു. വൈ വി ഷുഡ് നോട്ട് പ്രേ എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ കുടുംബ പ്രാർത്ഥന ചെല്ലാണ്ട് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ പറയും, ഇന്ന് നമുക്ക് ചെറിയ പ്രാർത്ഥന പോരെ, വലിയ പ്രാർത്ഥന ചെല്ലണോ എന്നൊക്കെ ചോദിക്കുന്ന പിള്ളേരുണ്ട്. കാര്യം വളരെ വൈകി കഴിയുമ്പോൾ. അങ്ങനെയൊക്കെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? കുട്ടികളൊക്കെ വളരെ അനുസരണശീലത്തിലാണ് വളർന്നിട്ടുള്ളത്. മാത്രമല്ല കുട്ടികൾ പഠിക്കാൻ തന്നെ ഞങ്ങൾ കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി, അവർ പഠിച്ചോളും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഞാനും വൈഫും കൂടി പുറത്തോട്ട് നടക്കാൻ പോകും. കാരണം വീട്ടിലിരുന്നാൽ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ പോകും. അവരുടെ പഠിപ്പ് കഴിയുന്ന ഒരു സമയം വരയ്ക്കും ഞങ്ങൾ പുറത്ത് നടന്ന് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് വരിക. അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. പിന്നെ മലയാളം ഭാഷ കൃത്യമായിട്ട് പിള്ളേരെ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. മദർ ടങ് എന്ന് പറയുമ്പോൾ അത് പലർക്കും ഇന്ന് അറിയാത്തൊരു കാര്യം, ആൾക്കാർ തീരെ വാല്യൂ കൊടുക്കാത്തൊരു കാര്യമാണ്, അവഗണിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മദർ ടങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയോടുള്ള സ്നേഹം, നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹം, നമ്മുടെ നമ്മുടെ കൾച്ചറിനോട്, നമ്മുടെ സാഹചര്യങ്ങളോടുള്ള സ്നേഹം, നാടിനോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് അതൊന്ന് പ്രകടമാകുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു, കുട്ടികളെ മലയാളം പഠിപ്പിക്കണം. ഇവിടെ ഒരു വിദേശ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ മലയാളം നഷ്ടപ്പെടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് കുട്ടികൾ പറയുന്ന, ഞാൻ മറ്റുള്ളവർക്ക് പലയിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഐ ഡോണ്ട് ലൈക്ക് കേരള. സാധാരണമായിട്ട് കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു വാക്ക്, പ്രവാസികളുടെ എല്ലാവരുടെയും മക്കൾ മിക്കവരും തന്നെ പറയുന്ന ഒരു കാര്യം. അതേസമയം ഞാൻ ഈ ട്രെയിനിങ്ങിൽ കുട്ടികൾ വന്നപ്പോൾ
കുട്ടികൾക്ക് എല്ലാവരെയും ഇഷ്ടം നാടാ, ഇവിടുത്തെ ഇഷ്ടം. എൻ്റെ മകൾ വളരെയധികം ആഗ്രഹിച്ചതാണ് നാട്ടിൽ പോയി പഠിക്കുന്നത്. പക്ഷേ അവൾക്ക് ഞാൻ എൻ്റെ തന്നെ ഇൻഷുറൻസ് ലൈനിൽ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനുള്ള പഠിപ്പ് നാട്ടിൽ കിട്ടിയില്ല. ആളെ ലണ്ടനിൽ അയച്ച് പഠിപ്പിച്ചു. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. അത് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ്. മക്കളെ പറ്റി പറയുമ്പോഴേക്കും ഒരു മകൻ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമർ ആയിരുന്നു എന്ന് അറിയാം. എങ്ങനെയാണ് അവൻ അത് തീരുമാനിക്കാനൊക്കെ, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈമർഷിപ്പിൽ പോകാനായിട്ടൊക്കെ അവൻ തീരുമാനിച്ചത്? നിങ്ങൾ എങ്ങനെ അതിനെ സ്വാഗതം ചെയ്തു, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു? ഞങ്ങൾ കുട്ടികളോട് പറയാറുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ 3 പേരും വിശുദ്ധിയുടെ ജീവിതത്തിലൂടെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് കടക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നത്. കാരണം നിങ്ങൾ 2 പേരും ആമ്പിള്ളേരോട് പറയും, നിങ്ങൾ അച്ഛന്മാരായിക്കോ, മോള് കന്യാസ്ത്രീ ആയിക്കോ എന്ന് പറയാറുണ്ട്. വിശ്വാസത്തിലുള്ള ജീവിതം ഞങ്ങൾ തന്നെയാണ് അവർക്കൊരു മാതൃകയായിട്ട് ഉള്ള ജീവിതം കൊടുത്തിരുന്നത്. അപ്പോൾ പിള്ളേരെല്ലാവരും വളരെ അനുസരണശീലത്തിലും വളരെ ഡെഡിക്കേറ്റഡായിട്ടും അവർ ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, അവിടെ കളിക്കരുത്, അങ്ങനെയുള്ളൊരു ചിട്ടയായ ജീവിതത്തിലൂടെ അവർ പോകുന്നു. ആ വിശ്വാസ ജീവിതത്തിൽ 3 മക്കളും വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നാട്ടിലേക്ക് പഠിക്കാൻ പോയപ്പോഴാണ് ജീസസ് യൂത്തുമായിട്ട് 2 മക്കളും ബന്ധപ്പെട്ടിരുന്നു. ആമ്പിള്ളേർ 2 പേരും. താഴെയുള്ളവൻ അത് കണ്ടിന്യൂ ചെയ്തു പോയി ജീസസ് യൂത്തിൽ. അവൻ എവിടെയാണ് ഫുൾ ടൈമർഷിപ്പ് ചെയ്തത്? അത് ഇവിടെ വന്നിട്ട് തന്നെ 1 വർഷം ഇവിടെ തന്നെയാണ് ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്തത്. അതേപോലെ നിങ്ങൾ 2 പേരും തന്നെ കരിസ്മാറ്റിക് കൂട്ടായ്മകളിലെല്ലാം വളരെ വളരെ അധികം പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? ജോലിക്ക് പോകണം, അതേപോലെ തന്നെ പള്ളിയിൽ അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. എങ്ങനെ കരിസ്മാറ്റിക് കൂട്ടായ്മയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ആഴപ്പെട്ട് നിൽക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? അത് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി നമ്മളതിന് കൊടുക്കുമ്പോൾ സമയം ഓട്ടോമാറ്റിക്കലായിട്ട് അതിനുണ്ടാവും. നമ്മൾ ലെസ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഇതിന് സമയം ഉണ്ടാവില്ല, ബാക്കിയുള്ളതിന് എല്ലാത്തിനും സമയം ഉണ്ടാവും. കാരണം വിശ്വാസ ജീവിതം ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമല്ലല്ലോ. കാരണം അത് എവർലാസ്റ്റിംഗ് ലൈഫിൻ്റെ ഭാഗമാണ്. കാരണം നമ്മളെപ്പോഴും ഈ ഭ്രമിപ്പിക്കുന്ന ഈ ലോക ജീവിതത്തിന് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിന് നമുക്ക് സമയമില്ല. ആക്ച്വലി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരേണ്ടത്. വിശ്വാസ ജീവിതത്തിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്. ഇവിടെ വാട്ട് എവർ വി ഏൺ in this world, we have to leave everything and here itself. ഇവിടെ കൂട്ടായ്മ ഞങ്ങൾ മൊഹീസിനയിലുള്ളപ്പോൾ കൂട്ടായ്മയിൽ പോയി തുടങ്ങി. ഫ്രൈഡേയ്സാണ് ഞങ്ങൾക്ക് പ്രയർ. ചിലപ്പോൾ ഞങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ വേറൊരു അസോസിയേഷനിലൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് തന്നെ. പക്ഷേ അതിന് പോകാതെ ഞങ്ങൾ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലേക്കാണ് പോകുക. അത് അങ്ങ് വിടും എന്നുവെച്ചാൽ മറ്റുള്ള ഫങ്ഷനുകൾ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് മുടങ്ങാതെ ഞങ്ങൾ കൂട്ടായ്മകളിൽ പ്രാർത്ഥനയ്ക്കാണ് പോകുക. അതിനാണ് കൂടുതൽ ഞങ്ങൾക്ക് അത് പോയി തുടങ്ങിയാൽ പിന്നെ അതിന് മുടങ്ങാൻ തോന്നില്ല. അങ്ങനെ ഒരു സ്നേഹമാണ് കൂട്ടായ്മയോടുള്ളത്. ഞാൻ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാൻ പഠിച്ചതും. ആ കൂട്ടായി ഇരുന്ന് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക, വചനത്തെ പറ്റി ആഴമായിട്ട് പഠിക്കുക, ധ്യാനിക്കുക. പിന്നെ എല്ലാ ആഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും വചനം പറയാനായിട്ട് പള്ളികളിൽ നിന്ന് നമ്മൾ വചനമൊക്കെ പറയാൻ വരുമ്പോൾ അവരും നല്ല നല്ല ബൈബിൾ വചനങ്ങൾ കോട്ട് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ് കൂടുതലുണ്ടാവുന്നത്. അതുകൊണ്ട് കൂട്ടായ്മയിൽ ഒരു ഫ്രൈഡേയ്സും ഞങ്ങൾ മുടക്കാറില്ല. മറ്റെന്ത് പരിപാടി വന്നാലും അതില്ല, ഞങ്ങൾ അവിടേക്ക് വരുന്നില്ല. ഞങ്ങൾ കൂട്ടായ്മയിൽ പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ പ്രാർത്ഥന. പിന്നെ പള്ളിയിൽ ലേ മിനിസ്റ്ററാണ് ഇപ്പോൾ. അപ്പോൾ പള്ളിയിൽ 2 മണിവരെ കുർബാന തൊട്ടിട്ട് 3 കുർബാന എല്ലാ വെള്ളിയാഴ്ചകളും ഉണ്ടാവും. അപ്പോൾ വേറെ ഏത് ഫംഗ്ഷൻ വന്നാലും പറയും ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാനയുണ്ട് അല്ലെങ്കിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥനയുണ്ട്, അതിന് വരാൻ പറ്റില്ല. ഞങ്ങളത് ക്യാൻസൽ ചെയ്യും. പ്രാർത്ഥനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ചേച്ചീനെ എപ്പോഴും പല പള്ളിയിലെ പല പരിപാടികളിലും അല്ലെങ്കിൽ നാടകങ്ങളിലൊക്കെ എവുപ്രസ്യാമിയായിട്ട് അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? വളരെ സാദൃശ്യമുണ്ട് മുഖഛായയിൽ
വളരെ സാദൃശ്യം തോന്നാറുണ്ട്. അതേപോലെ വേഷമൊക്കെ ധരിച്ചു കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് അത്രക്കും സാദൃശ്യം വരുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നാൽ പോലും ചോദിക്കുകയാണ്, എങ്ങനെയാ വിശുദ്ധയോടുള്ള ഭക്തിയും? വിശുദ്ധയോട് എനിക്ക് ഭയങ്കര സ്നേഹവും ആ ജീവിതം എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാരും കൂടിയാണ്. ഞാൻ തൃശ്ശൂർ, ആള് കാട്ടൂർ എന്നാലും ഒരു ജില്ലക്കാരാണ്. ഞങ്ങളുടെ എൻ്റെ അടുത്ത ഫാമിലി ഈ സിസ്റ്റർ പ്രാച്ചിമ്മയുടെ അച്ഛൻ വീടും കൂടിയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അടുപ്പമുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ദുബായ് പള്ളിയിൽ മാതാവിൻ്റെ ഗ്രോട്ടൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പള്ളിയിൽ നിന്ന് നമ്മുടെ ബീന വന്നിട്ട് എന്നെ പ്രസ്യമി ആവണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ ഒഴിയാൻ നോക്കി, പക്ഷേ ബീന ഒരിക്കലും എന്നെ വിടാൻ സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ എങ്ങനെയാവുക എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ബീന പിന്നെ എന്നെ നമ്പർ തേടി പിടിച്ച് എന്നെ വിളിച്ച് കൊണ്ടുവന്നു. പിന്നെ ആ ഡ്രസ്സിട്ട് വന്നപ്പോൾ ഒരു ഫങ്ഷന് അത് എല്ലാവരും പറഞ്ഞു ശരിക്കും നല്ല സാദൃശ്യമുണ്ട്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഒരു 6-7 സ്റ്റേജിൽ റാസക്കൈമയിലും അലയിൽ ഫുജൈറ ഒക്കെ നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ച് ഞാൻ പോവുകയും പ്രസിമയുടെ സാദൃശ്യത്തിലുള്ള രീതിയിൽ ഞാൻ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ആ ഒരു വിശുദ്ധ ആവാനുള്ള ആ ഒരു ജീവിതം എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇത് അഭിനയിച്ചതോടുകൂടി ചിലപ്പോൾ കുറച്ചുകൂടി ഒരു അടുപ്പം വന്നിട്ടുണ്ടാവും അല്ലേ? ചേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു ജീവിതാനുഭവങ്ങളും എങ്ങനെയാണ് പ്രതിസന്ധിയിൽ ജീവിതത്തിൽ പിടിച്ചു നിന്നതെന്നും എല്ലാം ചേട്ടൻ ഇവിടെ ഷെയർ ചെയ്യുകയുണ്ടായി. ഇനി വരും തലമുറയോട് എന്താണ് സന്ദേശമായി നൽകാനുള്ളത്? ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം, വിശ്വാസത്തിൽ എങ്ങനെ വളരണം എന്നൊക്കെ അടുത്ത തലമുറയോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് വിശ്വാസ ജീവിതത്തിനായിരിക്കണം. ലോകത്തിൽ ഭ്രമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർത്തോളണമെന്നൊന്നും ആർക്കും ഒരു ഇതൊന്നുമില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ പേരൻസ് തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥനാ ജീവിതത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യരുത്. കാരണം നമ്മളുടെയൊക്കെ ജീവിത ലക്ഷ്യം സാക്ഷാത്കാരം, വിശുദ്ധിയുടെ പടവിലേക്ക് കടന്നു ചെല്ലുന്ന ജീവിതമാണ് നമ്മുടെ സാക്ഷാത്കാരം. കാരണം ഈ ഭൂമിയിലുള്ള ജീവിതമൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ലൈഫാണ്. ഈ ലൈഫ് കഴിഞ്ഞ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രയോറിറ്റി അതിന് കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതം സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു, എല്ലാ ദമ്പതികളും മാതൃകകളാകണം. മാതൃകകളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ കാണുകയും അനുകരിക്കുകയും ചെയ്യുന്നത്. കുടുംബ ജീവിതത്തിൽ മാതൃകകൾ ഉണ്ടാകട്ടെ, തിരുക്കുടുംബത്തിൻ്റേതുപോലുള്ള മാതൃകകൾ ഉണ്ടാകട്ടെ. നിത്യജീവിതത്തിലേക്ക് ലക്ഷ്യമായിട്ട് ഓരോ കുടുംബവും മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com